എല്ലാവർക്കും നമസ്കാരം. ജൂലൈ 14-ാം തീയതി മോൾക്ക് 5 വയസ്സായി കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ രാവിലെ ഒരു 7:30 ആയപ്പോഴത്തേക്കും കുഞ്ഞിനെ വിളിക്കുകയാണ് കേട്ടോ, അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. ഓൾറെഡി അയാൾക്ക് ബർത്ത്ഡേ ആണെന്നറിയാം. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ ആൾ എഴുന്നേറ്റത്. കുറച്ചൊരു ഗിഫ്റ്റൊക്കെ ഞാൻ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. ഒരു 5 ഗിഫ്റ്റുകൾക്ക് അയാൾക്ക് വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളാണ്. അയാൾക്ക് ഈ മാല, കമ്മൽ, പൊട്ട്, പെൺകുട്ടിയാണല്ലോ, അതൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ എണ്ണി നോക്കുകയാണ് 5 ഗിഫ്റ്റ് കേട്ടോ. മോനും ഇതുപോലെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുഞ്ഞിനും കൂടെ ആ രീതിയിൽ തന്നെ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ, വള, പൊട്ട്, പിന്നെ ലിപ് ബാം, ബുക്ക്, പെൻസിൽ, ഇങ്ങനെയുള്ള ഐറ്റംസാണ് കേട്ടോ. ലിപ് ബാം ഞാൻ ഓൾറെഡി കുഞ്ഞിന് നമ്മുടെ ബീട്രൂട്ട് വെച്ചിട്ട് നാച്ചുറലായിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അത് അയാൾ യൂസ് ചെയ്യും. പിന്നെ ഒരു സന്തോഷമായിക്കോട്ടെ എന്ന് പറഞ്ഞ് ഒരു ബ്രാൻഡിൻ്റെ ലിപ് ബാമാണ് കേട്ടോ മേടിച്ചത്, കുഞ്ഞുങ്ങൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ പേര് ഞാനങ്ങ് വിട്ടുപോയി. പിന്നെ അയാൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റാണ് നമ്മുടെ ഡയറി മിൽക്കിൻ്റെ സിൽക്കി ബബ്ലി. അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അത് വാങ്ങിച്ചിട്ടുണ്ട്. ഡ്രസ്സൊക്കെ അയാൾ തന്നെ ഭയങ്കര ഹാപ്പിയായി കുഞ്ഞ്. 5 വയസ്സായെന്ന് വിശ്വസിക്കാനേ വയ്യ. അപ്പം അയാൾ ഹാപ്പി ആയിട്ടിരിക്കാൻ, ഹാപ്പി ആണോ എന്ന് ചോദിച്ചു. അതിനുള്ള ഉമ്മയൊക്കെ കേട്ടോ തന്നത്. അപ്പം പല്ല് തേച്ചിട്ടൊന്നുമില്ല, അപ്പം തന്നെ അത് പൊട്ടിച്ച് കഴിക്കാൻ പോവുകയാണ്. കാരണം അത് കിട്ടിയാൽ അത് പറയുന്നത് ബബ്ലിക്ക് വേറെ എന്തോ അയാൾ പറയുന്നത്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എൻ്റെ അമ്പലത്തിൽ പോകാൻ റെഡി ആവുകയാണ്. അപ്പോൾ കുഞ്ഞിന് ഈ ഇട്ടിരിക്കുന്ന സ്കേർട്ട് എൻ്റെ അമ്മയുടെയാണ് കേട്ടോ. അമ്മയുടെ ഒരു സാരി, അമ്മ യൂസ് ചെയ്യാതെ വെച്ചിരുന്ന ഒരു സാരി എടുത്തിട്ട് കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്. ബൈജി എന്ന് പറഞ്ഞിട്ടൊരു ആൻറ്റിയാണ് കേട്ടോ എനിക്കിത് സ്റ്റിച്ച് ചെയ്ത് തന്നത്. ഞാൻ പറഞ്ഞ മോഡലിൽ തന്നെ എനിക്ക് റെഡിയാക്കി തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ മെറ്റീരിയലും മുകളിലത്തെ ആ ടോപ്പിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലും എടുത്ത് കേട്ടോ. അങ്ങനെ കുഞ്ഞൊരുങ്ങിക്കൊണ്ട് നിൽക്കാൻ നേരത്ത് കണ്ണൻ വന്നിട്ട് സൂപ്പറാണെന്ന്, കൊള്ളാമല്ലോ, ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മുല്ലപ്പൂ. അങ്ങനെ ഞാൻ മുല്ലപ്പൂവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 2 സൈഡ് കെട്ടിയിട്ട് മുല്ലപ്പൂവും വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കൃഷ്ണൻ്റെ അടുത്താണ് വന്നത് കേട്ടോ. കൃഷ്ണൻ്റെ അടുത്ത് വന്നിട്ട് കുഞ്ഞിന് ചെറിയ അർച്ചനയും പിന്നെ ഗണപതിക്ക് തേങ്ങ അടിക്കാനൊക്കെ എടുത്തതാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ്റെ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരത്തെ അയാൾക്ക് ഭയങ്കര ഇഷ്ടം ഗീ റോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ കുഞ്ഞിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടാണ് കൊണ്ടുവന്നത്. അപ്പം കുഞ്ഞിന് ഫേവറേറ്റ് ആയിട്ടുള്ള ഗീ റോസ്റ്റും കൂടെ വാങ്ങിക്കാനായിട്ട് കോവയിലിരിക്കുകയാണ്. കോവയിൽ മാറ്റിയിട്ട് ഇപ്പോൾ ചെന്നൈ ടിഫിൻ ബോക്സ് എന്തോ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചു ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എൻ്റെ ഫാമിലി ആയിട്ട് ഞങ്ങൾ ഒരു ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്. ഞാനും കണ്ണനും ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ലഞ്ച് കഴിക്കാൻ എത്തിയപ്പോൾ കുഞ്ഞിന് ചോറ് മതിയെന്ന് പറഞ്ഞു. ബാക്കി എല്ലാവർക്കും ഫ്രൈഡ് റൈസും ചിക്കനും. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. മക്കളെല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് ഫുഡ് വരാനായിട്ട്. അവർ രണ്ടുപേരും, ഒരാൾ ചിക്കൻ ഫ്രൈഡ് റൈസും ഒരാൾ ബിരിയാണിയായിട്ട് കേട്ടോ പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ വാഗമണ്ണെത്തി. അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. നമ്മൾ വ്യൂ പോയിന്റിൻ്റെ അടുത്താണ് കേട്ടോ. അവിടെ രക്ഷയില്ലായിരുന്നു. ഒരു 5 മണി 5:30 ആയതേ ഉള്ളായിരുന്നു. ഈ ഒരു സമയത്തെ വാഗമണ്ണിലെ കോടയാണ് കേട്ടോ. കറക്റ്റ് ടൈമായി ഇപ്പൊ വിസിറ്റ് ചെയ്യാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേരെ വിട്ട് പിടിച്ചിങ്ങ് വന്നോ, അടിപൊളി കോടയും കണ്ടോണ്ട് പോവാ. ഇതിപ്പം ഇതിന്റെ അകത്തൂടാണ് കേട്ടോ ഇത്ര വിസിബിലിറ്റി ഉള്ളത്. നേരിട്ട് ഒട്ടും കാണാൻ വയ്യ. നേരിട്ടൊന്നുമേ കാണാൻ വയ്യ. വണ്ടി വന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് വണ്ടി വന്നത്. അതൊക്കെയാ അമ്മ പോന്നെ. ദിലീപ് അതൊക്കെ ആണെങ്കിൽ ഞാൻ കണ്ട് ടയർ ഉടുത്തിക്കൊണ്ടു പോകും.